الحمد لله رب العالمين نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാവിധി പരമാവധി പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇഹലോക ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അവൻ കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഒരു ഡിസംബർ 6 ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ
കരിദിനമാണ് ഡിസംബർ 6. പ്രത്യേകിച്ചും ഒരു പ്രഖ്യാപിത ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ 32 വർഷങ്ങൾക്ക് മുമ്പ് 1992 ഡിസംബർ 6 സംഭവിച്ചിട്ടുള്ള ബാബരി മസ്ജിദിന്റെ തകർച്ച, അത് ആ ദിനത്തിന്റെ പിറകോട്ടും മുന്നോട്ടുമൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തെ വളരെ ഭീകരമായി വേട്ടയാടിയ ഒരു സംഭവമാണ്. ഡിസംബർ 6 പോലെ തന്നെ, അല്ലെങ്കിൽ ഡിസംബർ 6ലേക്ക് 1992 ബാബരി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് വഴി നടത്തിയ ചരിത്രത്തിൽ ഡിസംബർ 6 പോലെ തന്നെ ഉള്ള ഒരു കരിദിനമാണ് ഡിസംബർ 22 എന്ന് പറയുന്നത്. 1949 ഡിസംബർ 12 ഹിന്ദു മതാചാര പ്രകാരം നടന്നിട്ടുള്ള അഖണ്ഡ നാമജപത്തിന്റെ പരിസമാപ്തിയിലാണ് 60ഓളം വരുന്ന ആളുകൾ പള്ളിക്കകത്തേക്ക് ഇടിച്ചു കയറി അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും പിന്നീടത് പള്ളിക്കകത്ത് സ്വയം പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയും അതുകൊണ്ട് അത് ദൈവികമായ ഒരു ഇടപെടലിന്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായിത്തീരാൻ കാരണമാവുകയും ചെയ്തു. പക്ഷെ ആ സന്ദർഭത്തിൽ തന്നെ അതൊരു വലിയ ഭീകരമായ ക്രിമിനൽ കുറ്റമാണ് എന്ന് തിരിച്ചറിയപ്പെടുകയും അതിനെതിരെ നടപടികൾക്ക് ഉത്തരവുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രതിഷ്ഠ പള്ളിക്കകത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ആ സന്ദർഭത്തിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം അക്കാലത്തെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയും ആവശ്യപ്പെട്ടിട്ടും നിർദ്ദേശം നൽകിയിട്ടും ആ വിഗ്രഹം അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഒക്കെ മുകളിൽ കയറി ഒരു ജില്ലാ കളക്ടർ അധികാരം വാഴുന്ന അപൂർവം കാഴ്ചക്കാണ് 1949 ഡിസംബർ 22 ശേഷമുള്ള ദിനങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മലയാളിയായ ആലപ്പുഴക്കാരനായ കെ കരുണാകരൻ നായർ എന്ന കെ നായർക്കാണ് ഒരു ജില്ലാ കളക്ടറുടെ അധികാരം മാത്രമുള്ള ഒരാൾക്കാണ് പള്ളിക്കകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തെറിയപ്പെടാൻ ഉത്തരവുണ്ടായിട്ടും ഭരണകൂടത്തിന്റെ ഭരണപരമായ ഉത്തരവുണ്ടായിട്ടും അത് പാലിക്കാതെ ആ വിഗ്രഹത്തിനും ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച പള്ളി പൂട്ടി ആ പരിസരത്തിന് കാവലേർപ്പെടുത്താനും ധൈര്യമുണ്ടായത്.
തുടർന്നുള്ള ചരിത്രത്തിൽ കെ നായർ ഭാരതീയ ജനതാ സംഘത്തിന്റെ ടിക്കറ്റിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആവുന്നതാണ് ഇന്ത്യ ചരിത്രം കണ്ടിട്ടുള്ളത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും അതേ ജനതാ സംഘത്തിന്റെ ടിക്കറ്റിൽ പാർലമെന്റ് അംഗത്വം നേടിയവരാണ്. അങ്ങനെ 1949 ഡിസംബർ 22 നടന്ന ആ സംഭവങ്ങളോടുകൂടി നിർമ്മിക്കപ്പെട്ടതിന് ശേഷം 1528 നിർമ്മിക്കപ്പെട്ടതിന് ശേഷം 4 നൂറ്റാണ്ടിലധികം കാലമായി വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി മുസ്ലിങ്ങൾ ആരാധനകൾ നിർവഹിച്ചിരുന്ന പള്ളി അടക്കപ്പെടുകയും ബാബരി പള്ളിയിൽ ആരാധനകൾ അവസാനിച്ചു പോവുകയുമാണ് ചെയ്തത്. എങ്ങനെയാണ് ഭരണകൂടത്തിനും മുകളിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മുകളിൽ അധികാരം വാഴാൻ ഒരു ജില്ലാ കളക്ടർക്ക് ധൈര്യമുണ്ടാകുന്നത് ഇന്ത്യയിൽ എന്നതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിശകലനം സ്വാതന്ത്ര്യത്തിന് ശേഷം 2 വർഷം തികയുമ്പോഴേക്കാണ് ഈ കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് അരങ്ങേറുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ ഭരണകൂടത്തെയും നിയന്ത്രിക്കുന്ന ജാതി മേൽക്കോയ്മയുടെ ഒരു അതീശ അല്ലെങ്കിൽ അദൃശ്യ ഭരണകൂടം ഇന്ത്യയിൽ ആ കാലഘട്ടം മുതൽ തന്നെ പ്രവർത്തന രംഗത്തുണ്ട്. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എന്നതാണ്. അതല്ലെങ്കിൽ ഏത് മാനദണ്ഡങ്ങൾ വെച്ചാലും ഒരു ഫൈസാബാദ് ജില്ലാ കളക്ടർക്ക് അങ്ങനെ ഒരു അധികാരവും അങ്ങനെ ഒരു അധികാര പ്രയോഗത്തിനുള്ള ധൈര്യവും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ ജനാധിപത്യ മതേതര രാജ്യമെന്നൊക്കെ അവകാശപ്പെടുമ്പോഴും എല്ലാ രാജ്യങ്ങളിലും വർത്തിക്കുന്നത് പോലെയുള്ള ഒരു ഡീപ് സ്റ്റേറ്റ്, അത് ജാതി മേൽക്കോയ്മയുടെ അതീശത്വം പുലർത്തുന്ന ഒരു അദൃശ്യ ഭരണകൂടമായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു വന്നിരുന്നു എന്നതാണ്. ആ ചരിത്രം മുന്നോട്ടു പോകുമ്പോൾ ബാബരി പള്ളിയിൽ അതിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതിന് മുമ്പ് അവിടെ അവസാനത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഹാജി അബ്ദുൽ ഗഫാർ മൗലവി എന്ന് പറയുന്ന മാന്യദേഹമായിരുന്നു. അതിനുശേഷവും വരുന്ന വെള്ളിയാഴ്ചകളിൽ ബാബരി പള്ളിക്കകത്ത് ജുമുഅ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അയാൾ കുറെ കാലം ജീവിച്ചു. പക്ഷേ ആ ആഗ്രഹവും പ്രതീക്ഷയും പിന്നീട് പൂവണിയാതെ അയാൾ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അയാൾ മരിച്ചതിന് ശേഷമാണ് പിന്നീട് 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ഡിസംബർ 6 ബാബരി പള്ളിയോടൊപ്പം ബാബരി പള്ളി തകർക്കപ്പെട്ടതോടൊപ്പം ഹാജി അബ്ദുൽ ഗഫാർ മൗലവിയുടെ മക്കളടക്കമുള്ള കുടുംബവും കൊല ചെയ്യപ്പെട്ടിരുന്നു എന്നതാണ് ആ കരിദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഓർമ്മ. 1992 അങ്ങനെ ബാബരി പള്ളി തകർക്കപ്പെടുമ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ രാജ്യത്തുണ്ടായി. പക്ഷേ ആ പ്രതികരണങ്ങളിലും
അനീതിക്കും അന്യായത്തിനും ഇന്ത്യയിലെ അദൃശ്യ ഭരണകൂടമായ ജാതി മേൽക്കോയ്മയുടെ വാദങ്ങൾക്കും തിട്ടൂരങ്ങൾക്കുമാണ് മേൽക്കൈ കിട്ടിയത് എന്നതാണ് ചരിത്രം. എന്ന് മാത്രമല്ല, ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് 949 നടക്കുന്ന വിഗ്രഹ പ്രതിഷ്ഠയിൽ നിന്നല്ല. ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ ചരിത്രം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അതിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് നീണ്ടു പരന്നു കിടക്കുന്ന പിന്നാമ്പുറങ്ങളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ രാജ്യത്ത് കോളനി ഭരണം നടത്തിയിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ ജനതയുടെ ഭാഗത്തുനിന്ന് തങ്ങളുടെ കോളനി ഭരണത്തിനെതിരെ ശക്തമായ എതിർപ്പുകളുണ്ടായ സവിശേഷമായ പ്രദേശങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം ഹിന്ദു ഐക്യത്തിന്റെ കൂട്ടായ്മയുടെയും അവർ പരസ്പര ബന്ധങ്ങളിലുള്ള കെട്ടുറപ്പിന്റെയും ആനുകൂല്യത്തിൽ ബ്രിട്ടീഷുകാർക്ക് കടുത്ത ഭീഷണി നേരിടേണ്ടി വന്ന, എതിർപ്പ് നേരിടേണ്ടി വന്ന പ്രദേശമാണ് ഫൈസാബാദ്. അവിടെയുള്ള അയോധ്യയും അതുപോലെയുള്ള പ്രദേശങ്ങൾ. ആ എതിർപ്പിനെ മറികടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ മെനഞ്ഞെടുത്ത തന്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രം, ആ തന്ത്രത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാരുടെ മൊത്തം ഇന്ത്യ രാജ്യത്ത് അവർ പയറ്റിയ തന്ത്രത്തിന്റെ ഒരാകത്തുക എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രമാണ്. അതുകൊണ്ട് ഐക്യപ്പെട്ടു നിൽക്കുന്ന സമൂഹങ്ങളെയും സമുദായങ്ങളെയും നാടുകളെയും പ്രശ്നങ്ങളുണ്ടാക്കി, ഭിന്നിക്കാനുള്ള കാരണങ്ങളുണ്ടാക്കി ഭിന്നിപ്പിക്കുകയും ആ ഭിന്നിപ്പിലൂടെ അവരുടെ ശക്തിയെ ദുർബലപ്പെടുത്തുകയും അങ്ങനെ അധികാരം ഉറപ്പിക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. അതിന്റെ ഭാഗമായി ഫൈസാബാദിലെ, അയോധ്യയിലെ, ഔദിലെ ഒക്കെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ആദ്യ ശ്രമം എന്നുള്ള നിലക്ക് 1528 സ്ഥാപിക്കപ്പെട്ട് ആരാധനകൾ, മുസ്ലിം മത അനുയായികൾ ആരാധനകൾ നടത്തിപ്പോരുന്ന ഒരു പള്ളിക്ക് സമീപത്ത് ഹിന്ദുക്കൾക്ക് ഒരാശ്രമം പണിയാനുള്ള സ്ഥലം സൗജന്യമായി അനുവദിച്ചു കൊടുത്തു ബ്രിട്ടീഷ് ഗവൺമെന്റ്. അങ്ങനെ അവിടെ ആശ്രമം പണിയുകയും അവിടെ ആരാധനകൾ തുടങ്ങുകയും ചെയ്തു. പിന്നെ പിന്നെ ആ ആശ്രമത്തിന്റെ വിപുലീകരണവും ബാബരി മസ്ജിദ് നിൽക്കുന്നത് രാമജന്മഭൂമിയിലാണ് എന്ന അവകാശവാദം ഉയർന്നു വരുന്നതിലേക്കുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിൽ പലതവണ ആ ന്യായത്തിന്റെ പുറത്ത് ബാബരി പള്ളിയുടെ മേൽ അധികാരവും അതിന്റെ അവകാശവും നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ ഹിന്ദുത്വ ശക്തികൾ നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കോടതികൾ അത്തരം അവകാശവാദങ്ങളെ നിരാകരിക്കുകയും അത്തരം കേസുകൾ തള്ളിക്കളയുകയുമാണ് ചെയ്തു പോകുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു ഇന്ത്യയിൽ കോടതി വ്യവഹാരങ്ങളിൽ വിജയിക്കാത്ത കേസുകൾ പിന്നീട് സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയിൽ വളരെ പ്ലാൻ ചെയ്യപ്പെട്ടതുപോലെ ഘട്ടം ഘട്ടമായി ആ അന്യായത്തിന് വേണ്ടി നൽകിയിട്ടുള്ള കേസുകൾ വിജയിക്കുകയും അതിൽ അനുകൂലമായ തീർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള കോടതിയുടെ അനുകൂലമായ ഒരുപാട് അന്യായ വിധികൾ സമ്പാദിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ
ബാബരി പള്ളി തകർക്കുന്നതിലേക്ക് ഉള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെയാണ് 1991 ഇന്ത്യയിൽ ഗവൺമെന്റ് ആരാധനാലയ സംരക്ഷണ നിയമം പാസാക്കിയതിന്റെ 1 വർഷം തികയുമ്പോഴേക്ക് ഇന്ത്യയിൽ ബാബരി പള്ളി തകർക്കപ്പെടുന്നു. 91 പാർലമെന്റ് പാസാക്കിയ ആരാധനാലയ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ പേരിൽ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഉള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നതുമായി ബന്ധപ്പെട്ട നിയമമായിരുന്നു. പഴയ ചരിത്രം മാന്തി പറിച്ചെടുത്ത് അവകാശവാദങ്ങൾ ആരാധനാലയങ്ങൾക്ക് മുകളിൽ ഉന്നയിക്കാൻ പാടില്ല എന്ന നിയമമാണ്. മറിച്ച് സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ആരാധനാലയങ്ങൾ ആരുടെ കൈവശം, ആരുടെ ആരാധനാലയങ്ങളായിട്ടാണോ നിലനിൽക്കുന്നത്, ആ സ്ഥിതിയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ തുടരുക. അതാണ് നിയമപരമായി സാധുതയുണ്ടാവുക എന്ന നിയമമാണ്. പക്ഷെ ആ നിയമം ഉണ്ടാകുമ്പോഴേക്ക് ഉണ്ടായതിന് തൊട്ടുടനെ തന്നെ ബാബരി പള്ളി തകർക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അത് എക്സെപ്ഷനാണ് പോലും. അങ്ങനെ ബാബരി പള്ളി തകർക്കപ്പെടുക മാത്രമല്ല, തകർക്കപ്പെട്ട സമയത്ത് ആ സംഭവം പൊതുവിൽ വിലയിരുത്തപ്പെട്ടത് അതൊരു ക്രിമിനൽ കുറ്റമാണെന്നും അത് മതേതര ജനാധിപത്യ ഇന്ത്യയുടെ തകർച്ചയാണെന്നും പൊളിഞ്ഞു വീഴുന്നത് ഒരു മുസ്ലിം പള്ളിയല്ല, മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെയാണ് തകർന്നു വീഴുന്നത് എന്നുമൊക്കെയുള്ള ആഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ ഒക്കെയാണ് പൊതുവിലുണ്ടായിരുന്നത്. പക്ഷേ ആ വ്യാഖ്യാനങ്ങൾക്കും ആ ആഖ്യാനങ്ങൾക്കും ആ വിശദീകരണങ്ങൾക്കുമൊക്കെ പ്രസക്തി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പിന്നീടുണ്ടായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പിന്നീടുണ്ടായ നിയമവിധികൾ മുന്നോട്ട് പോയി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോടതികളിൽ കേസുകൾ വന്നു പല രീതിയിൽ. രാജ്യത്തെ പ്രത്യക്ഷത്തിൽ ഉത്തരവാദപ്പെട്ട സ്വാധീനശേഷിയുള്ള ഏതെങ്കിലും സമുദായങ്ങളുടെയോ അല്ലെങ്കിൽ സമൂഹങ്ങളുടെയോ നാടിന്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ പേരിൽ പോലുമല്ല, ഒറ്റയും തെറ്റയുമായി നിഗൂഢതയുള്ള വ്യക്തികൾ കോടതികളിൽ കൊടുത്ത കേസുകളുടെ പേരിൽ ബാബരി പള്ളിയുടെ തകർച്ച നോർമലൈസ് ചെയ്യാനുള്ള, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്നതിലേക്ക് വരുത്താനുള്ള, മറിച്ച് അത് യഥാർത്ഥത്തിൽ പള്ളിയുടെ ഭൂമിയല്ല, അത് ഹിന്ദുത്വ ശക്തികൾ അവകാശപ്പെട്ടതുപോലെ അത് ഹിന്ദുക്കളുടെ ആരാധനാ സ്ഥലമാണ് എന്നതിലേക്ക് കാര്യങ്ങൾ നയിക്കും വിധമാണ് പിന്നീട് കോടതി വിധികൾ ഉണ്ടായത്. ആ ചരിത്രങ്ങൾ നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ആ അധ്യായത്തിന് ഒരു ക്ലോസിംഗ് ഉണ്ടായി, ഒരു കൺക്ലൂഷൻ ഉണ്ടായി എന്ന് കരുതപ്പെടുന്നത് 2019 നവംബർ 9 സുപ്രീം കോടതി ഇന്നും ലോകത്തെ നിയമവിശാരദന്മാർക്കോ അല്ലെങ്കിൽ സാമാന്യ യുക്തി ബോധമുള്ളവർക്കോ മനസ്സിലായിട്ടില്ലാത്ത വളരെ വിവേചനപൂർണമായ ഒരു കോടതി വിധിയിലൂടെയാണ് ആ ചാപ്റ്റർ ഭരണകൂടപരമായും അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളുടെ മണ്ഡലത്തിലും ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ തുടർന്ന് എന്താണ് നടന്നിട്ടുള്ളത് എന്നതും നമുക്കറിയാം. 5 വർഷം പിന്നിടുന്നു 2019 ആ വിധിക്ക് ശേഷം. കോടതി വിധിയുണ്ടായത് ബാബരി പള്ളിയുണ്ടായ സ്ഥലം രാമക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടുകൊടുക്കണമെന്നും പകരം മൊത്തം ഭൂമി തന്നെ 2 ഹിന്ദു സംഘടനകൾക്കും മുസ്ലിങ്ങൾക്കുമായി ഉത്തർപ്രദേശിലെ സുന്നി വഖഫ് ബോർഡിനുമായി വീതിക്കണം എന്ന വിധിയാണ് ഉണ്ടായത്.
വീതം വെപ്പിൽ തന്നെ പ്രത്യക്ഷത്തിലുള്ള വിവേചനമുണ്ടായി. 3 കക്ഷികൾ കേസിലുണ്ട് എന്ന കാരണം കൊണ്ട് പ്രോപ്പർട്ടിയെ 3ആയിട്ടാണ് വീതം വെച്ചത് എന്ന അനീതിയുണ്ടായി. അതിൽ തന്നെയും മുസ്ലിങ്ങൾക്ക് അയോധ്യയിൽ ബാബരി പള്ളിയുടെ ഭൂമിക്ക് പുറത്ത്, അവിടെ നിന്ന് 25 കിലോമീറ്ററുകൾ അകലെ പള്ളി നിർമ്മിക്കാൻ എന്ന പേരിൽ 5 ഏക്കർ ഭൂമി അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകം 5 വർഷം പിന്നിടുമ്പോൾ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവും അതൊരു ദേശീയ സംഭവം എന്നുള്ള പോലെയുള്ള അതിന്റെ ഉദ്ഘാടനവും അതിന്റെ പ്രതിഷ്ഠ നാട്ടിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. മറിച്ചുള്ള പള്ളിയുടെ നിർമ്മാണം എവിടെയും എത്തിയില്ല. ആ പള്ളിയുടെ നിർമ്മാണം ഇതിന്റെ പരിഹാരമല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോഴും ഈ രാജ്യം കണ്ട ഏറ്റവും മികച്ച നിയമവിശാരദന്മാർ വാ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഷ്ടമുണ്ടായ ഒരു സമുദായം എന്നുള്ള നിലക്ക് മുസ്ലിം സമുദായം ഈ കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം ഇപ്പോൾ ബോധവാന്മാരാണ് എന്നത് ആലോചിക്കേണ്ടുന്ന സന്ദർഭമാണിത്. പക്ഷേ പ്രശ്നങ്ങളുടെ, അനീതിയുടെ, വിവേചനത്തിന്റെ മർമ്മങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞത് ഈ രാജ്യം കണ്ട ഏറ്റവും മികച്ച നിയമവിശാരദന്മാരിൽ ഒരാളാണ്. അയാൾ ചോദിച്ചിട്ടുള്ളത്, എനിക്ക് തന്നെ ഈ അനീതിയെയും വിവേചനത്തെയും കുറിച്ച് ആലോചിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, കരയാതിരിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ പിന്നെ യഥാർത്ഥത്തിൽ ഈ അനീതിക്കെതിരെ ഇരയായിട്ടുള്ള ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന വലിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അയാൾ ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചയെ ഒരു ഡിസംബർ 6 കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക്, പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഡിസംബർ 6 സന്ദർഭത്തിൽ നമ്മൾ ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞുപോയത് കഴിഞ്ഞുപോയി എന്ന് കരുതാവുന്നതല്ല. ചരിത്രത്തെ ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഖുർആനികമായ ദൗത്യമാണ്. ചരിത്രത്തെ മറവിക്ക് വിട്ടുകൊടുക്കാതിരിക്കുക എന്നത് ഖുർആനികമായ ആഹ്വാനമാണ്. നമുക്കൊരു കാരണവശാലും ഓർത്തെടുക്കാൻ കഴിയുമായിരുന്നില്ലാത്ത ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ വഹിയിലൂടെ പകർന്നു തരികയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തത് ആ ചരിത്രങ്ങൾ ഓർത്തിരിക്കാനും, ആ ചരിത്രത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ സ്വീകരിക്കുവാനും, ആ ചരിത്രത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ആവേശം സ്വീകരിക്കുവാനും ഒക്കെയാണ് എന്നതാണ് ഖുർആനിന്റെ വിശദീകരണം. അതുകൊണ്ട് ചരിത്രത്തെ മറക്കാതിരിക്കാൻ, പ്രത്യേകിച്ചും അനീതിയുടെയും അന്യായത്തിന്റെയും ചരിത്രത്തെ മറന്നുപോകാതിരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയും ഏറ്റവും ഒടുവിൽ 2019 നവംബർ 9 വിധി എന്ന് പറയുന്നത് അതൊരു കോടതി വിധിയിൽ, ബാബരി മസ്ജിദുമായി മാത്രം ബന്ധപ്പെട്ട ഒരു കോടതി വിധിയിൽ പരിമിതപ്പെടുന്ന ഒരു സംഭവ വികാസമല്ല. മറിച്ച് ഇന്ത്യ രാജ്യത്ത് കോടതികളിൽ ഉണ്ടാകുന്ന വിധി എന്ന് പറയുന്നത് എപ്പോഴും കീഴ്വഴക്കങ്ങളാണ്. കീഴ്വഴക്കങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തുടർന്നു വരുന്ന സംഭവങ്ങളിൽ വിധികളുണ്ടാവുക. അതുകൊണ്ട് ഭൂതകാലത്ത് കഴിഞ്ഞുപോയ ഒരു കോടതി വിധി എന്നതിനപ്പുറത്ത് നമ്മുടെ വർത്തമാനകാലത്തും നമ്മുടെ ഭാവിയിലും നമ്മെ ബാധിക്കുന്ന, നമ്മെ വേട്ടയാടാൻ പോകുന്ന കടുത്ത അന്യായങ്ങളുടെയും അനീതികളുടെയും അടിസ്ഥാനമായി വർദ്ധിക്കാൻ പോകുന്ന കീഴ്വഴക്കമാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയും ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ഈ രാജ്യത്തെ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധിയും എന്ന് നമുക്ക് കാണേണ്ടതാണ്. നമ്മുടെ വർത്തമാനകാലം അത് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ബാബരി പള്ളിയിൽ നിന്നിട്ടില്ല. VHPയുടെ വാഷിംഗ്ടൺ സമ്മേളനത്തിൽ അവർ ഒരുക്കിയിട്ടുള്ള 3000 പള്ളികളുടെ ലിസ്റ്റിൽ
ബാബരി പള്ളിയിൽ തുടങ്ങി ഗ്യാൻവാപ്പിയിലേക്ക് വന്ന് മധുരയിലേക്ക് വന്ന് ഏറ്റവും ഒടുവിൽ ഡിസംബർ 6 വരുന്നതിന് മുമ്പ് നവംബർ 24 നമ്മുടെ മുമ്പിലുള്ള വാർത്ത എന്ന് പറയുന്നത് ബാബരി പള്ളിയോടൊപ്പം നിർമ്മിച്ചതെന്ന് ചരിത്രരേഖകൾ പറയുന്ന സംഭലിലെ പള്ളിയുടെ മേൽ അവകാശ തർക്കങ്ങൾ ഉണ്ടാവുകയും സർവേ നടത്താൻ വന്ന അന്യായമായി സർവേ നടത്താൻ വന്ന നേരത്തെ പറഞ്ഞ കോടതി വിധിയുടെ കീഴ്വഴക്കത്തെ അടിസ്ഥാനപ്പെടുത്തി ഹൈക്കോടതി നൽകിയിട്ടുള്ള അനുവാദത്തിന്റെ പുറത്ത് സർവേ നടത്താൻ വന്നവരെ പ്രതിരോധിക്കാൻ മുസ്ലിം സമുദായം ശ്രമിച്ചതിന്റെ പേരിലുണ്ടായ വെടിവെപ്പിൽ ഒരു പള്ളിയുടെ സംരക്ഷണത്തിന്റെ മാർഗത്തിൽ 5 രക്തസാക്ഷികളുണ്ടായിപ്പോയ 5 ഷഹീദുകളുണ്ടായ വർത്തമാനകാലമാണ് നമുക്കുള്ളത്. എന്ന് പറഞ്ഞാൽ ബാബരിയുടെ വിധിയും ബാബരിയുടെ തകർച്ചയും നമ്മുടെ വർത്തമാനകാലത്തെയും നമ്മുടെ ഭാവിയെയും ഒക്കെ വേട്ടയാടാനുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഓർത്തുവെക്കണം. മറവിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ആ സന്ദർഭങ്ങളിലൊക്കെയും സംഭവിച്ചിട്ടുള്ളത്. ജാഗ്രതയുണ്ടാകണം. ഇവിടെ നിന്നങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം പഴയ പോലെ ആയിരിക്കുകയില്ല, പഴയ പോലെ ആകാൻ തരമില്ല എന്നതിന്റെ കൃത്യമായ സൂചനകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ഹൈദരാബാദിൽ നടന്നിട്ടുള്ളത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ദിനങ്ങൾ കൂടുതൽ ശക്തമായി അതിലിനും ജിസ്തിനും നീതിക്കു വേണ്ടിയുള്ള ന്യായത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടേതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീതിയെ മുറുകെ പിടിക്കാനും നീതിയെ സ്ഥാപിക്കാനും നിലനിർത്താനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾ പല രീതിയിലുള്ളതായിരിക്കും, പല മുഖങ്ങളുള്ളതായിരിക്കും എന്ന തിരിച്ചറിവോടെ കരുക്കൾ നീക്കുവാൻ ജീവിതത്തിൽ സമുദായം ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാലമാണിത്. ചരിത്രത്തിൽ സംഭവിച്ചു പോയത് അത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കേണ്ടുന്ന കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബാധ്യതകൾ നമ്മൾ തിരിച്ചറിയുക. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ദൗത്യ നിർവഹണത്തിനുള്ള സന്നദ്ധതയും ദൗര്യവും നമുക്കുണ്ടാകുമെങ്കിൽ അള്ളാഹുവിന്റെ സഹായത്തോടെയാണ് വിജയങ്ങൾ ഉണ്ടാവുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا اغفر لنا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر.